എന്തിനാ മോളെ നീ കരയുന്നു? ഈ കണ്ണീരിനെ ഒരാനന്ദ കണ്ണീരാക്കി മാറ്റണം ചെറിയച്ഛ. അതിനാദ്യം ചേട്ടൻ മാറണം. അവൻ മനസ്സ് മാറ്റിയത് കൊണ്ടാണല്ലോ ശ്രീദേവിയുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചത്. നിനക്ക് വിശ്വാസം ഉണ്ടാവില്ല. എന്റെ പേരക്കുട്ടി ശ്രീദേവിയെ പൊന്നുപോലെ നോക്കിക്കോളും. ഏയ് ശ്രീദേവി, വലതുകാല് വെച്ച് അകത്തേക്ക് വാ. എന്റെ വാക്കിന് വില വെക്കാതെ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇവളിഞ്ഞ് ഈ വീട്ടിൽ കാല് വെക്കാൻ പാടില്ല. ഈ ശ്രീദേവി എനിക്ക് ആരുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ കുറച്ചു മുമ്പ് മരിച്ചു. എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ വളർത്തി വലുതാക്കിയ എന്റെ സഹോദരി എന്നെയും തള്ളിപ്പറഞ്ഞ് അവളുടെ ഇഷ്ടത്തിന് പോയി. ശ്രീദേവി മരിച്ചു പോയെന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതിനി ഒരു മാറ്റവും വരുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. മരുമകൾ ചിരിച്ചുകൊണ്ട് വേണം വീടിനകത്തേക്ക് കയറേണ്ടത്, അല്ലാതെ കരഞ്ഞുകൊണ്ടല്ല. നീ എന്തിനാ കരയുന്നെന്ന് എനിക്കറിയാം ശ്രീദേവി. ഇനി അങ്ങോട്ടെല്ലാം നല്ലതേ നടക്കൂ എന്ന് മനസ്സിന് ധൈര്യം കൊടുത്തിട്ട് അകത്തേക്ക് കയറി വരൂ. വരൂ മോളെ. അവിടെ നിൽക്ക്. ദേവാ, നിന്റെ ഭാര്യയ്ക്ക് മിഞ്ചി ഇട്ട് കൊടുക്കണം. പോയി ഇട്ട് കൊടുക്ക്. എന്തിനാ അമ്മേ? ആരെയാ താലി കെട്ടുന്നതെന്നറിയാതെയാണ് ഇവൻ കെട്ടിയത്. ശ്രീദേവിക്ക് ഏട്ടത്തെ തന്നെ ഇട്ട് കൊടുക്കുന്നതാ നല്ലത്. അമ്മയോ അമ്മായിയോ എല്ലാം അവരല്ലേ. ഗീത, ഒരു ദോഷവും തട്ടാതെ നിന്നെയൊക്കെ സംരക്ഷിച്ച നിന്റെ ചേട്ടനും ഏതൊരുത്തനെയും പണി കൊടുത്ത് അകത്തെടുത്തിടാൻ കഴിവുള്ള ഈ പോലീസിനും ഒരുപാട് വ്യത്യാസമുണ്ട്. വാ മോളെ. ദീർഘസുമംഗലിയായി കുഞ്ഞുങ്ങളുമായി നീ സന്തോഷത്തോടെ ജീവിക്കണം. ഞങ്ങളുടെ പാരമ്പര്യത്തെ നീ വളർത്തണം. ഗീതയെപ്പോലെ നീയും നല്ല പേര് കൊണ്ടുവരണം. ഉറപ്പായും ചീത്തപ്പേരുണ്ടാക്കില്ലമ്മേ. ഗൗതമിന്റെ അനിയത്തിയല്ലേ. ഏട്ടതി, അവളെ കൂട്ടിക്കൊണ്ട് ചെന്ന് വിളക്ക് കത്തിക്ക്. മൂടിക്കൊണ്ടിരിക്കുന്ന ഇരുട്ടെങ്കിലും ഒന്ന് മാറട്ടെ. വാ മോളെ, വരൂ. നിന്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറി മുഖത്ത് സന്തോഷം തിരിച്ചു വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം മോളെ. നീ വിളക്ക് കത്തിക്കാൻ നോക്ക്. അമ്മേ, അവളെ റൂമിലേക്ക് കൊണ്ടുപോയി സമാധാനപ്പെടുത്ത. നീ ഒന്നിനെ ഓർത്ത് വിഷമിക്കണ്ട. നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്ക്. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഗോവിന്ദനും മീരരാജുവും ഞാനും നിന്റെ അടുത്ത് തന്നെയുണ്ട്. അതേ മോളെ, നിനക്ക് ഞങ്ങളുണ്ടെന്ന് നീ മറക്കരുത്. വാ പോക.
മിണ്ടാതിരിക്കെ. അതിന് ശ്രീദേവി എവിടെയാ പോയത്? നമ്മുടെ അമ്മായിയുടെ വീട്ടിലേക്കല്ലേ? കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ എല്ലാരും സന്തോഷിക്കല്ലേ വേണ്ടത്? നമ്മളിപ്പോ മനസ്സുകൊണ്ട് സന്തോഷിക്കാ വേണ്ടത്. ഞങ്ങളോട് കരയുണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി കരഞ്ഞോണ്ടിരിക്കുകയല്ലേ? അപ്പൊ എന്താ ചേച്ചിയുടെ കണ്ണീന്ന് ആനന്ദ കണ്ണീരാണോ വരുന്നത്? ശ്രീദേവി ചേച്ചി പോയതിന്റെ വിഷമത്തിലല്ലേ ചേച്ചിയും കരയുന്നത്? ആ ശശികുമാറുമായി എന്റെ കല്യാണം ഇങ്ങനെ നടത്തണം അങ്ങനെ നടത്തണം എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പ്ലാൻ ചെയ്തിരുന്നതാ ശ്രീദേവി. എന്നിട്ട് ആദ്യം അവള് തന്നെ കല്യാണം കഴിഞ്ഞു പോയി. അതിന് കല്യാണം എന്ന് പറയോ? പറ്റിച്ചതല്ലേ? എന്തായാലും നമ്മളെല്ലാരും വിട്ടിട്ട് ശ്രീദേവി ചേച്ചി ഇവിടുന്ന് പോയില്ലേ ചേച്ചി? ഞങ്ങളുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ സന്തോഷമായി കഴിഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിൽ കഴിയില്ലെന്നറിയാം. എന്നാൽ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാര്യം അവളറിഞ്ഞാൽ സമാധാനമായിട്ടിരിക്കുമോ? പറ. ഞങ്ങൾ വിട്ടു പോയതിലല്ല ഞങ്ങൾക്ക് വിഷമം. പക്ഷെ ഞങ്ങളുടെ ഏട്ടന്റെ വാക്ക് കേൾക്കാതെയാ അവള് പോയത്. ന്യായമായിട്ടാണ് ഇതൊക്കെ നടന്നിരുന്നെങ്കിൽ ഉത്സവം പോലെ ആഘോഷിച്ചയക്കില്ലായിരുന്നോ ഞങ്ങളുടെ ഏട്ടൻ? നിങ്ങളുടെ അച്ഛൻ വലിയ ന്യായസ്ഥനെ പോലെ നാട്ടുകൂട്ടമൊക്കെ കൂട്ടിയല്ലോ ഏട്ടാ. പക്ഷെ അവിടെ എന്താ ഒരാൾക്ക് പോലും ന്യായം കിട്ടാത്തത്? ഏയ് ഗൗരി, അങ്ങനൊന്നും പറയാതെ. ഗൗരി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. സത്യം അവൾ പറഞ്ഞത്. എൻ്റെ അച്ഛൻ വിചാരിച്ചത് സാധിക്കാനായിട്ടാണ് നാട്ടുകൂട്ടം കൂടിയതെന്ന് ഈ നാട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നു. 100 നല്ല കാര്യം ചെയ്യുന്ന ആളുകൾ തെറ്റായിട്ടൊരു കാര്യം ചെയ്താലും ശരി, അവരെ വെറുക്കുന്നവരാണ് നമ്മുടെ നാട്ടുകാർ. അവരെ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. എന്ത് നടന്നാലെന്താ, ഞങ്ങൾ സഹോദരങ്ങളെ തമ്മിൽ എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോകുന്നുള്ള പേടിയാ ഞങ്ങൾക്ക്. നാളെ ലക്ഷ്മി ചേച്ചി കല്യാണം കഴിച്ചു പോയാ പിന്നെ ഗൗരി ചേച്ചി ഞാനും മാത്രമേ വീട്ടിൽ കാണുള്ളൂ. ശ്രീദേവിയുടെ കാര്യത്തിൽ എൻ്റെ ഏട്ടൻ താലി കെട്ടിയത് കൊണ്ട് നടന്ന നാട്ടുകൂട്ടം കാരണം ശശികുമാറിൻ്റെ വീട്ടുകാർ കല്യാണ തീയതി നീട്ടിവെച്ചിട്ടുണ്ടാവാം. അതായിരിക്കും ഇതുവരെ അവരിവിടേക്ക് വന്ന് സംസാരിക്കാത്തത്. എപ്പോ ആരുടെ കഴുത്തിൽ കത്തി വെക്കുമെന്ന് അറിയില്ല. രക്ഷിക്കാൻ വരുന്നവർക്ക് അപകടം പറ്റുമെന്ന് പേടിച്ച് അയൽ വീട്ടിലുള്ളവര് പോലും സഹായിക്കാൻ വരുന്നില്ല. പിന്നെ അവരെങ്ങനെ എങ്ങോട്ട് വരുന്നത്? നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും. അതാ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഞാൻ വന്നത്. എൻ്റെ വീട്ടുകാരെ പോലെ ഞാനൊന്ന് കരുതരുത്. അങ്ങനെ കരുതിയിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കില്ലായിരുന്നല്ലോ ഏട്ടാ. താങ്ക്സ്. ശ്രീദേവി, ആരൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും നിനക്കിഷ്ടമില്ലെങ്കിൽ പോലും നിന്റെ കഴുത്തിലെ താലി കെട്ടിയത് കൊണ്ട് നീ ഈ വീട്ടിലെ മരുമകളായി മാറി. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന യാതൊരു പ്രയോജനവുമില്ല. നിന്നെ ജീവനായി കണ്ടു വളർത്തി വലുതാക്കിയ നിന്റെ ഗൗതം ചേട്ടനെ പോലും വേണ്ടെന്ന് വെച്ച് നീ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ വേണ്ടിയല്ലേ?
ഗൗതം എന്റെ ഭർത്താവിനോട് വഴക്കടിച്ചുകൊണ്ടേയിരിക്കുകയാ. പരസ്പരം സ്നേഹമൊന്നുമില്ലെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പോയി വരുന്നുണ്ടല്ലോ നമ്മൾ. നീയും അത് കണ്ടല്ലേ വളർന്നത്. രക്തബന്ധത്തിനിടയിൽ ഇതൊക്കെ സാധാരണമാണ് മോളെ. ശിവാനിക്ക് ഇഷ്ടമല്ലാതെയല്ലേ ഗൗതവുമായുള്ള വിവാഹം നടന്നത്. അവളുടെ ഭാവി സുരക്ഷിതമാവാൻ വേണ്ടി ഞാനാണ് അടുത്തു നിന്ന് താലി കെട്ടിച്ചത്. പക്ഷെ എന്റെ ഭാവി കാലം നശിപ്പിക്കാനായിട്ടും ദേവേട്ട എന്റെ കഴുത്തില് താലി കെട്ടിയില്ലേ അമ്മായി. അവൻ മനഃപൂർവ്വം കെട്ടിയതല്ല ശ്രീദേവി. അവന് ലക്ഷ്മിയെ കിട്ടാൻ വേണ്ടി കെട്ടിയതാണ്. പക്ഷെ അതിൽ അബദ്ധം പറ്റി. സാധാരണമായി പൊട്ടിച്ചെറിഞ്ഞു കളയാനായിട്ട് ഇത് വെറും ഒരു ചരടല്ല, ഇത് താലിച്ചരടാണ്. വിധിയിൽ എഴുതിയിരിക്കുന്നത് ആർക്കും മാറ്റാൻ കഴിയില്ല. നീ വിഷമിക്കരുത്. ഈ വീട്ടിൽ വിളക്ക് തെളിച്ച് നിന്റെ കണ്ണീര് കൊണ്ട് ആ വിളക്ക് നീ അണയ്ക്കരുത്. എഴുന്നേക്ക്. എവിടേക്കാ അമ്മായി? നിന്റെ ചേട്ടനെ ഓർത്തുള്ള വിഷമത്തിൽ നീ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. നാളെ മുതൽ വീട്ടിലുള്ള എല്ലാവർക്കും നീയാ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. വീട്ടിലെ മരുമകളെന്ന് വെച്ചാൽ അന്നപൂർണയ്ക്ക് സമമാണ്. പക്ഷെ അന്നപൂർണയും വിശപ്പോടെ ഇരിക്കാൻ പാടില്ല. എഴുന്നേക്ക്, എഴുന്നേക്ക് മോളെ. എന്താന്ന് ചോദിച്ചപ്പോ ഒന്നും പറയാതെ ഇവിടേക്ക് എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്ന വല്യമ്മേ? ഇവിടെ ആരാ ഉള്ളേ? പൂജാരിയുണ്ട്. എന്തെങ്കിലും പൂജയാണോ? ക്ഷേത്രത്തിലെ പൂജ. എന്തിനാ വന്നേന്നുള്ളതൊന്നും വ്യക്തമായി വല്യമ്മ പറയുകയാണെങ്കിൽ എനിക്കും ഈ കൺഫ്യൂഷൻ ഉണ്ടാവില്ലായിരുന്നല്ലോ. നീ അകത്തേക്ക് വാ, പറയാം. വാ പൂജാരി. നമസ്കാരം പൂജാരി. നമസ്കാരം അമ്മേ. ജാതകവും ജ്യോത്സ്യവും നോക്കുന്ന ഈ ജ്യോത്സ്യനെയാണ് കാണാൻ വരുന്നതെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ലക്ഷ്മിയുടെ ജാതകവും ഞാൻ എടുത്തോണ്ട് വരുമായിരുന്നില്ലേ? ഗൃഹഫലമുണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചാലും വിവാഹം നടക്കും. ഗ്രഹദോഷമാണെങ്കിൽ അരമണിക്കൂറിൽ നടക്കേണ്ടത് 6 മാസം കഴിഞ്ഞാലും നടന്നില്ലെന്നും വരാം. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഗീതാമ്മേ. പൂജാരി, എന്റെ മകൻ ദേവരാജനും മരുമകൾ ശ്രീദേവിക്കും ശാന്തി മുഹൂർത്തം കുറിച്ചു തരണം. വല്യമ്മയുടെ തലയ്ക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ശ്രീദേവി ദേവരാജന്റെ ഭാര്യയായിട്ടല്ല വീട്ടിലേക്ക് വന്നത്, ഒരു മരുമകളായിട്ടാ വന്നിരിക്കുന്നത്. അതാര് ചെയ്ത ചതിയാണോ വിരട്ടി പറയിപ്പിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. നാട്ടുകൂട്ടത്തില് നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞ് വലിയൊരു തെറ്റ് ചെയ്തു. ഇപ്പൊ അവള് ചെയ്ത തെറ്റ് തിരുത്തി വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഗൗതം ചേട്ടൻ ഉറപ്പായും ക്ഷമിക്കും. താലി കെട്ടിക്കഴിഞ്ഞ ഒരു പെണ്ണ് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വന്ന എന്ത് ബഹുമാനമോ കിട്ടുക? അവളുടെ കഴുത്തിൽ കെട്ടിയ ആ താലിക്ക് എന്ത് വിലയുണ്ടാവും? അതൊരു താലിയാണോ ബഹുമാനിക്കാനായിട്ട്? കെട്ടിയത് നിങ്ങളുടെ മകനൊക്കെ തന്നെ. പക്ഷെ ഞാൻ അവനെ ശ്രീദേവിയുടെ ഭർത്താവായി അംഗീകരിക്കില്ല. അങ്ങനെ പറയരുത് ശിവാനി. അങ്ങനെയൊക്കെ നോക്കിയാ നിന്റെ കല്യാണവും ഇഷ്ടമില്ലാതെയല്ലേ നടന്നത്. പക്ഷെ നീ ഇപ്പൊ ഗൗതമനൊപ്പം ജീവിക്കുന്നില്ലേ? രണ്ടുപേരും സന്തോഷത്തോടെയല്ലേ ഇരിക്കുന്നേ? ഒരേ വീട്ടിലാണ്, ഒരേ റൂമിലാണ്, ഒരേ കട്ടില്ല കിടക്കുന്നതും. എന്നാ ഞങ്ങൾക്കിടയിൽ വേറൊന്നും നടന്നിട്ടില്ല. സത്യം, ആ മുഹൂർത്തവും ഈ ജ്യോത്സ്യം തന്നെയല്ലേ കുറിച്ചത്? ഭാര്യ ഭർത്താക്കന്മാരെന്ന് വെച്ചാ സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നതും കൂടിയാ മോളെ. ശാന്തി മുഹൂർത്തത്തിനായാലും രണ്ടുപേരുടെയും സമ്മതം ആവശ്യമാണ്. ഒരുമിച്ച് കുടുംബം നടത്തുന്നതും പരസ്പരം ത്യാഗം സഹിക്കുകയും വേണം. ഇതുവരെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇനിയെങ്കിലും നല്ലത് വരാനുള്ള സൂചനയാണെന്ന് കരുതിക്കൂടെ? സത്യമല്ലേ? നിനക്ക് ഗൗതമനോട് ദേഷ്യമുണ്ടെന്നല്ലാതെ വെറുപ്പില്ലല്ലോ. അവൻ നിന്നെ എത്ര നന്നായിട്ടാണ് നോക്കുന്നത്. അങ്ങനെ പറയുമ്പോ അനുജത്തിമാരെ പൊന്നുപോലെ നോക്കുന്നവനാ. അപ്പോ ഭാര്യയും എത്ര നന്നായിട്ടായിരിക്കും നോക്കുക. ഫോണിലെ തെളിവ് നഷ്ടപ്പെട്ടതുകൊണ്ട് നീ ഗൗതമനോട് ദേഷ്യപ്പെടുന്നു. ഗായത്രിയുടെ ഭർത്താവ് പ്രദീപ് നിന്നോട് ചെയ്ത അന്യായങ്ങളൊക്കെ തെളിവോടെ ഗൗതം അറിയുകയാണെങ്കിൽ അവന്റെ ശരിയായ രൂപം നീ കാണും. നിന്നെ പൊന്നുപോലെ നോക്കുന്നവനിൽ നിന്നും സ്നേഹമാണ് നീ പ്രതീക്ഷിക്കേണ്ടത്. തെറ്റുകളെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് സന്തോഷകരമായ നിന്റെ ജീവിതത്തെ ആവശ്യമില്ലാതെ നീ പാഴാക്കരുതെന്നാ ഞാൻ പറയുന്നത് മോളെ. നീ സമ്മതിച്ചാൽ ഗൗതമിനൊപ്പമുള്ള ജീവിതം നിനക്കുണ്ടാവും മോളെ.
എന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ശ്രീദേവിക്ക് വേണ്ടി നിങ്ങൾ ശാന്തി മുഹൂർത്തം ഒന്നും നടത്തണ്ട. ചേട്ടൻ ഈ കാര്യം അറിഞ്ഞ ദേഷ്യപ്പെടും. ശിവാനി, ശിവാനി, ശിവാനി. പൂജാരി, ശിവാനി എപ്പോഴും അങ്ങനെ സംസാരിക്കൂ. അങ്ങ് മുഹൂർത്തം കുറിക്കൂ. നിങ്ങൾ ഒന്നുകൂടെ കൂടി ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാ പറഞ്ഞേച്ചാ മതി. അപ്പൊ ശരി. ഒരു പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ മറ്റൊരു പെണ്ണിന്റെ ജീവിതം നന്നാകുമെന്ന് കരുതിയാ ശിവാനിയെ കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷെ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നത് തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. നീ നല്ല പിടിവാശിക്കാരനാ ഗൗതം. ശ്രീദേവി പോയാലും നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അവളെ പറ്റി നിന്നോട് സംസാരിക്കരുതെന്ന് പറഞ്ഞല്ലേ? വെറുതെ പറയുന്നതാണെന്ന് എനിക്കറിയാം. അനിയത്തിമാരോട് നിനക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാമല്ലോ. എന്റെ വാക്ക് കേൾക്കാത്ത ഒരുത്തി ഇറങ്ങിപ്പോയെന്ന് വെച്ച് എനിക്കെന്താ മറ്റാരുമില്ലേ? എനിക്ക് 3 സഹോദരിമാർ വേറെയുണ്ട്. അവരോടൊപ്പം ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത്. വീട് വിട്ട് ഇറങ്ങിപ്പോയവളെ പറ്റി പറഞ്ഞ് നീ എന്തിനാ എന്നെ വിഷമിപ്പിക്കുന്നത്? മോനെ ഗൗതം, 1 മിനിറ്റ്. എന്താ ജോത്സരെ? ശിവാനി വന്നപ്പോ നീയും കൂടെ വരുമെന്നാ കരുതിയത്. പക്ഷെ നിന്റെ അമ്മായി കൂടെ വന്നപ്പോ വിഷയം വേറെയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്ത് കാര്യത്തെ പറ്റിയാ സംസാരിക്കുന്നതെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതായത് ഗൗതം, നിന്റെ അനുജത്തിക്കും ദേവരാജനുമായുള്ള ശാന്തി മുഹൂർത്തത്തിന് സമയം കുറിക്കുന്നതിന് വേണ്ടി നിന്റെ അമ്മായിയെയും കൂട്ടി ശിവാനി ഇവിടേക്ക് വന്നിരുന്നു. ഈ കാര്യം നീ അറിഞ്ഞിരുന്നില്ലേ? ശാന്തി മുഹൂർത്തോ? എന്റെ സഹോദരി ആ ദേവനും തമ്മിലുള്ള ശാന്തി മുഹൂർത്തം കുറിക്കാൻ എന്റെ ഭാര്യ ഇവിടെ വന്നെന്നോ? എന്തൊക്കെ പറഞ്ഞാലും അവളൊരു ചെറിയ കുട്ടിയല്ലേ? ജോത്സരെ, സത്യം പറയുവാണെങ്കിൽ അവളുടെ കല്യാണം തൽക്കാലം എന്റെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ളപ്പോഴാ കല്യാണ മണ്ഡപത്തിൽ ഒരു പുകയുണ്ടാക്കി എന്റെ സഹോദരിയുടെ കഴുത്തിൽ താലി കെട്ടിയത് ആ നീചൻ. അവന്റെ 16 അടിയന്തരത്തിന്റെ മുഹൂർത്തമാണ് കുറിക്കേണ്ടത്, അല്ലാതെ എന്റെ സഹോദരിയുമായിട്ടുള്ള ശാന്തി മുഹൂർത്തത്തിൻ്റെതല്ല. അവൾക്ക് ഇഷ്ടമല്ലാത്തത് നിർബന്ധിച്ച് അവളുടെ മേലെ കെട്ടിവെക്കരുത് ഒരിക്കലും. മോനെ, എന്റെ സ്ഥാനത്ത് നിന്റെ അമ്മയായിരുന്നാലും ഇതേ ചെയ്യൂ. ഒരുപക്ഷെ നിന്റെ അനുജത്തി ഒന്നും പറയാത്തത് കൊണ്ടാവും അവർ സ്വമേധയാ ഇങ്ങോട്ടേക്ക് പോന്നത്. അവർ ജോത്സ്യരുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ജോത്സ്യർക്ക് എന്നെ ഫോൺ ചെയ്യാമായിരുന്നല്ലോ. ഞാൻ എങ്ങനെ അറിയാനാ ഗൗതം? 2 സ്ത്രീകൾ ഒരു കാര്യവുമായിട്ട് എന്റെ അടുത്ത് വരുമ്പോ വീട്ടിലെ ആണുങ്ങളെ അറിയിച്ചിട്ടായിരിക്കും വന്നതെന്നല്ലേ ഞാൻ കരുതൂ. കൂടി ആലോചിച്ച് തീരുമാനം എന്തെന്ന് അറിയിക്കൂ. ഞാൻ മുഹൂർത്തം കുറിച്ചു തരാം. കേട്ടല്ലോടാ, ഇതൊക്കെ ആ ദേവനും ശിവാനിയും തമ്മിൽ ഒരുമിച്ച് നടത്തുന്ന നാടകം തന്നെയാണ്. എന്തിനാ ഗൗതം തെറ്റായി എടുക്കുന്നത്? ഇല്ലടാ, എന്റെ സഹോദരിയുടെ മനസ്സ് പോലും അവളായിരിക്കും മാറ്റിയിരിക്കുക. നാട്ടുകൂട്ടം പോലും അവൾ കെട്ടിച്ചമച്ചതായിരിക്കാം. അന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവളാ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയത്. എന്റെ സഹോദരി ശ്രീദേവി എന്റെ വാക്കുകൾക്കപ്പുറം ഒരിക്കലും പോകാറില്ലായിരുന്നു. നീ അവളെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരിക്കലും അല്ലടാ, ശിവാനി തന്നെയാ ഈ നാടകത്തിന്റെ ഒക്കെ പിന്നിൽ. അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ എന്റെ മനസ്സിന് എനിക്ക് സമാധാനം കിട്ടില്ല. ഗൗതം, ഗൗതം, നിനക്ക് ഗൗതമനോട് ദേഷ്യമുണ്ടെന്നല്ലാതെ വെറുപ്പില്ലല്ലോ. അവൻ നിന്നെ എത്ര നന്നായിട്ടാണ് നോക്കുന്നത്. അങ്ങനെ പറയുമ്പോ അനുജത്തിമാരെ പൊന്നുപോലെ നോക്കുന്നവനാ. അപ്പോ ഭാര്യയും എത്ര നന്നായിട്ടായിരിക്കും നോക്കൂ. ഫോണിലെ തെളിവ് നഷ്ടപ്പെട്ടതുകൊണ്ട് നീ ഗൗതമനോട് ദേഷ്യപ്പെടുന്നു. ഗായത്രിയുടെ ഭർത്താവ് പ്രദീപ് നിന്നോട് ചെയ്ത അന്യായങ്ങളൊക്കെ തെളിവോടെ ഗൗതം അറിയുകയാണെങ്കിൽ അവന്റെ ശരിയായ രൂപം നീ കാണും. നീ സമ്മതിച്ചാൽ ഗൗതമിനൊപ്പമുള്ള ജീവിതം നിനക്കുണ്ടാവും മോളെ. ശിവാനി, ഇതൊക്കെ സത്യല്ലേ? നിനക്ക് ബോധമില്ലാത്ത സമയത്ത് നിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈല് ഗൗതം ചേട്ടൻ പ്രദീപിന്റെ കയ്യിൽ കൊടുത്തു. അതില് നീ എടുത്ത വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പാവം ഗൗതം ചേട്ടന് അറിയില്ലായിരുന്നല്ലോ. അർജന്റായി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയും ആംബുലൻസ് വിളിക്കാൻ വേണ്ടിയും പെട്ടെന്നുള്ള ധൃതിയിലല്ലേ ചേട്ടൻ ആ മൊബൈൽ കൊടുത്തത്. അതിലുണ്ടായിരുന്ന തെളിവുകളൊക്കെ നഷ്ടമാകണമെന്നുള്ളത് ഗൗതം ചേട്ടന്റെ ഉദ്ദേശം അല്ലായിരുന്നല്ലോ. ഈ കാര്യം ഗൗതം ചേട്ടനെ അറിയില്ലായിരുന്നല്ലോ. ശരി, ദേഷ്യത്തിൽ നീ ചേട്ടനെ
മാറ്റി നിർത്തിക്കുമായിരുന്നു. എന്നാ ഇനി മുതൽ നിന്റെ കൂടെ തന്നെ നിർത്തണം. ചേട്ടൻ വന്ന ഉടനെ കെട്ടിപ്പിടിച്ച് കവളിൽ നുള്ളു കൊടുത്ത് എന്ത് സുന്ദരനാന്ന് പറഞ്ഞ് ഉമ്മ കൊടുത്ത് അങ്ങനെ എന്റെ കയ്യിലെടുക്കണം. നീ ഇപ്പൊ ഇങ്ങനെ ചെയ്താ ഉറപ്പായിട്ടും ചേട്ടൻ അത്ഭുതപ്പെടും.